ഒരു ക്ഷേത്ര ദർശനത്തിൽ 7 തലമുറകൾക്ക് മോക്ഷം സിദ്ധിക്കുമോ? മാ വിരാജ മന്ദിർ ജാജ്പൂർ നിങ്ങളെ ആത്മീയതയിലേക്ക് നയിക്കുന്ന 18 ശക്തിപീഠങ്ങളിൽ ദേവിയുടെ നാഭിഭാഗം പതിഞ്ഞ പീഠം. ദേവി പാർവതി ഭഗവാൻ ശിവനിൽ ലയിച്ചു ചേരാൻ തപസ്സനുഷ്ഠിച്ച ഇടം. ഇവിടെ മഹാദേവൻ ജഗന്നാഥനാണ്, ദേവി ദുർഗയാണ്, ഗിരിജയാണ്, വിരാജയാണ്, 2 കരങ്ങളുള്ള മഹിഷാസുരമർദ്ദിനിയാണ്. കോപിക്കുന്നത് ശരിയാണോ? അതും എന്തിനേയും ഭസ്മമാക്കുവാനുള്ള തരത്തിലുള്ള കോപം. സംഹാരമൂർത്തി, ക്ഷിപ്രപ്രസാദി, നശിക്കേണ്ടത് എന്തെല്ലാമാണോ അതിനെയെല്ലാം ഇല്ലാതാക്കുന്നവൻ ശിവൻ, ദേവന്മാരുടെ ദേവൻ, മഹാദേവൻ. താണ്ഡവ നടനവും ആനന്ദ നടനവും ആടുന്നവൻ. നടനം ധ്യാനാത്മകമായ അവസ്ഥയാണ്. ശരീരവും മനസ്സും അപ്രത്യക്ഷമാകുന്ന അവസ്ഥ. ശരീരവും മനസ്സും അപ്രത്യക്ഷമായാൽ എന്താണ് സംഭവിക്കുക? ശൂന്യം. ആഗ്രഹങ്ങളില്ലാത്ത, അഹം എന്ന ബോധമില്ലാത്ത അവസ്ഥ. ആ അവസ്ഥയാണ് മഹാദേവൻ. ശക്തിപീഠങ്ങളുമായി എന്താണ് മഹാദേവനുള്ള ബന്ധം? ആദി പരാശക്തിയുടെ അംശമായ സതീദേവിയുടെ മരണത്തിന് ശേഷം ഭഗവാൻ ആ ശരീരവും വഹിച്ച താണ്ഡവ നടനമാടി ലോകം മുഴുവൻ സഞ്ചരിച്ചത്രേ. ഒടുവിൽ മഹാവിഷ്ണു തന്റെ സുദർശന ചക്രത്താൽ ദേവിയുടെ ശരീരം 51 ഭാഗങ്ങളാക്കി. ഇവ ഭൂമിയിൽ പതിച്ച ഇടം ശക്തിപീഠങ്ങളുമായി. മനുഷ്യരുടെ സ്വപ്നങ്ങളെ പൂർത്തീകരിക്കാൻ ശക്തിയുള്ള ഒരു ഇലഞ്ഞിമരമുണ്ട് ഇവിടെ. ചുവപ്പും സ്വർണ്ണ നിറവും ഇടകലർന്ന പട്ടുനാടകളാൽ അലങ്കരിച്ച ഒരു ഇലഞ്ഞിമരം. ജാജ്പൂർ. 1 കോടിയിലേറെ ശിവലിംഗം ഇവിടെയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ?